അപ്പൊ ഇനി ഈ സാമ ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ നമ്മളെ കഥ എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. അപ്പം ഇതാണ് സ്ലീപ്പി നാനി കേട്ടോ. അത് ഭയങ്കര കംഫർട്ടാണ് ഇതിലിരിക്കാനും കിടക്കാനും ഒക്കെ. പിന്നെ ബേബി വന്നാൽ നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇതിനായിട്ട് പില്ലോ ഉണ്ട്. അപ്പം എനിക്ക് ഈ ഒരു പില്ലോ ഉള്ളത് കൊണ്ട് ഞാൻ വേറെ പില്ലോ വാങ്ങിയിട്ടില്ല. അപ്പം ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം നമുക്ക് ചാർജർ വേണം, നമ്മളെ ഫോൺ വേണം, പിന്നെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യമുള്ള മെഡിക്കേഷൻ കാര്യങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു പൗച്ചിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 മാസ്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സ്, ഇതാണ് ഞാൻ ഹാൻഡ് ബാഗിൽ വെക്കാൻ പോകുന്നത്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ എൻ്റെ ഈ ഹാൻഡ് ബാഗിൽ വെക്കാൻ പോകുന്നത്. ഇതിന് മെഡിക്കേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു പൗച്ചാണ് കേട്ടോ. പിന്നെ നമ്മുടെ മൊബൈൽ ഫോണും ചാർജേഴ്സും ഒക്കെ ഇതിലേക്ക് വെക്കാം. പിന്നെ ഈ ബാസ്ക്കറ്റ് ഞാൻ കുറേ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് വേണമെന്നുള്ളത്. അതുകൊണ്ട് അർജുവേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങി തന്നെയാണ് കേട്ടോ. അപ്പം ഈ ബാസ്ക്കറ്റിൽ ഞാൻ ആദ്യം വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബെഡിലൊക്കെ വിരിക്കുന്ന ഷീറ്റ്, കുഞ്ഞുങ്ങളെ മൂത്രമൊക്കെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത് അത്യാവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ വാങ്ങിയതാണ്. അപ്പം ഇത് നമുക്ക് ഏറ്റവും അടിയിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെന്ന് വെച്ചാൽ ഇതും അതുപോലത്തെ ഒരു ഷീറ്റ് തന്നെയാണ്. ഇത് കുഞ്ഞിന് എണ്ണ തേക്കാൻ അങ്ങനെയൊക്കെ. ഇതിപ്പോൾ ഹോസ്പിറ്റൽ ബാഗിലേക്ക് ആവശ്യമില്ല, ഞാൻ കാണിക്കുന്നതാണ് ജസ്റ്റ്. പിന്നെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വൈപ്സ് ആണ്. അത് പ്രത്യേകിച്ച് നോക്കണം. പിള്ളേർക്ക് ഇത് വാട്ടറിന്റെ കണ്ടന്റ് കൂടുതലുള്ളത് 99% പ്യുവർ വാട്ടർ ആണ് ഇതിൽ കാണിക്കുന്നത്. വാട്ടർ വൈപ്സ് ഞാൻ 2 വാങ്ങിയിട്ടുണ്ട്. ഇത് അത്യാവശ്യമാണ്, കാരണം കുഞ്ഞിനെ കുളിപ്പിക്കില്ല, പൊക്കിൾക്കൊടി വീഴാണ്ട് കുഞ്ഞിനെ കുളിപ്പിക്കില്ല. അപ്പം കുഞ്ഞിന് പിന്നെ അപ്പിയിടുമ്പം ആ സമയത്തൊക്കെ നമുക്കിത് യൂസ് ആക്കണം. അതുകൊണ്ട് ഇത് 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇനിയെന്ന് വെച്ചാൽ ഇത് ഞാൻ മോമിപ്പോക്കോ അതിന്റെ ഇത് ഡയപ്പറായിരുന്നു നോക്കിയിട്ടുണ്ട്. അതാണ് കൂടുതൽ നല്ലതെന്ന് കണ്ടിട്ട്. പക്ഷെ എനിക്കിങ്ങനെ ടാപ്പ് ചെയ്യുന്ന സംഭവം നമുക്ക് പാമ്പേഴ്സിൽ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനൊരു പാമ്പേഴ്സിന്റെ ആണ് കേട്ടോ വാങ്ങിയിട്ട്. ഒറ്റൊന്നേ വാങ്ങിയിട്ടില്ല. ഇതിൽ 24 വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാമല്ലോ. കാരണം കുഞ്ഞുങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആ ട്രൗസർ പോലെ ഇടുന്ന പാമ്പേഴ്സ് ആണ്, അതായത് ഡയപ്പറാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ടാപ്പ് ചെയ്യുന്ന ഒറ്റൊരു ഇത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ എനിക്കുള്ള പാഡാണ് കേട്ടോ. ഇതൊന്ന് മെറ്റേണിറ്റി പാഡും ഒന്ന് സാധാരണ പാഡ്, രണ്ടും ബെല്ലേൻ്റെ തന്നെയാണ്. ഞാൻ പിന്നെ മെറ്റേണിറ്റി പാൻറ്റീസ് വാങ്ങിയിട്ടില്ല. അത് ചേച്ചി പറഞ്ഞു യൂസ്ഫുൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പാഡായിട്ടാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഒരു പാക്കറ്റ് ഡിസ്പോസിബിൾ പാഡ്, അതായത് ബ്രസ്റ്റ് പാഡ് വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിയതല്ല, ചേച്ചി തന്നതാണ് അവിടെ കയ്യിലുള്ളത്. അതുകൊണ്ട് എനിക്ക് വാങ്ങേണ്ടി വന്നിട്ടില്ല. ഇതൊരു കവറുണ്ട് കേട്ടോ, ഒരു പാക്കറ്റ്. പിന്നെ ഇത് കണ്ട അത്ര സുഖമൊന്നുമില്ല കേട്ടോ. കുറച്ച് പഴയ നമ്മുടെ ഹോട്ട് ബാഗാണ്. പിന്നെ എനിക്ക് കുറച്ച് ബാക്ക് പെയിൻ്റെ എല്ലാം പ്രശ്നമുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ബാക്ക് പെയിൻ എങ്ങാനും വന്നാൽ ഹോട്ട് വാട്ടർ നിറച്ചിട്ട് വെക്കാമല്ലോ വെച്ചിട്ട് ഞാനൊരു ഹോട്ട് ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഞാനൊരു പാരച്യൂട്ടിന്റെ എണ്ണ വാങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്തിനാന്ന് എനിക്ക് അറിയില്ല, ഹോസ്പിറ്റലിൽ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, കുറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടൂത്ത് ബ്രഷ്, പിന്നെ നമ്മളെ ഫേസ് വാഷ്, പിന്നെ ഒരു കോൾഗേറ്റ്, പിന്നെ നമ്മുടെ കുളിക്കുന്ന സോപ്പ്. ഇത്രയാണ് കേട്ടോ ഞാൻ വേറെ വെക്കാൻ പോകുന്നത്. നമുക്കൊരു കവറിലിട്ടിട്ട് ഇതൊക്കെ ഒരുമിച്ച് എടുത്ത് വെക്കാം. പിന്നെ ഒരു ബോക്സ് ടിഷ്യൂം കൂടി ഇതിൻ്റെ അപ്പുറം വെക്കുന്നുണ്ട് കേട്ടോ. ഈ ബോക്സിലേക്കുള്ളത് ഏകദേശം ആയിട്ടുണ്ട്. ഇനിയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വെക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഓർമ്മയിലും കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ, അതായത് നെസ്റ്റ് ബെഡ്, നമ്മുടെ നെറ്റുള്ള ആ ബെഡ്, ആ നെസ്റ്റ് ബെഡും പിന്നെ ഇങ്ങനെ ക്യാരിങ് ബെഡുമാണ് കേട്ടോ. എനിക്ക് ഒരേപോലത്തെ കളറ് വേണമെന്നുണ്ടായിരുന്നു. അതിപ്പോൾ നമുക്ക് ബേബി സൂക്കിൽ നിന്ന് കിട്ടിയപ്പോൾ നമ്മളിങ്ങനെ എടുത്തു കേട്ടോ. ബ്ലൂ ആണ് കളറ്. ഇതെന്ന് വെച്ചാൽ ക്യാരിങ് ബെഡിന്റെ ഇത് നമുക്കറിയാം, കാരണം കുഞ്ഞുങ്ങളെ എടുക്കാൻ അറിയാത്തവർക്കൊക്കെ നല്ല സുഖത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കുറച്ച് സേഫും കൂടിയായിരിക്കും ബേബി. പിന്നെന്ന് വെച്ചാൽ ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട 2 മസ്റ്റായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. കാരണം ഹോസ്പിറ്റലിൽ ചിലപ്പോൾ കൊതുകും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ ആൾക്കാരൊക്കെ വരുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നെറ്റ് ഇട്ടിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നെറ്റ് ബെഡ്, ഈ മോസ്കിറ്റോന്റെ നെറ്റ് ബെഡും കൂടിയിട്ട്. അപ്പൊ നമുക്ക് ഈ നെറ്റ് ബെഡ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ആൾക്കാർ വരുമ്പോഴും പിന്നെ കൊതുക് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടി കുറച്ചും കൂടി സേഫ് ആയിരിക്കും ഇതിൽ. അതുകൊണ്ട് ഇതും മസ്റ്റ് ആണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്. ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് കാണിക്കുന്നില്ല, കുറച്ച് പണിയൊക്കെ ഉണ്ടാവും ഇത് തിരിച്ചു കയറ്റാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചൊക്കെ വെച്ചതാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ നമ്മൾ ഡ്രസ്സ് വെക്കാനായിട്ട് ഒരു ട്രോളി ആട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ മലേഷ്യ പോകുമ്പോൾ വാങ്ങിയ ട്രോളി ആയിരുന്നു. നമ്മൾ നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ ഇതിലേക്ക് ഞാൻ എൻ്റെയും കുഞ്ഞിൻ്റെയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിൽ എൻ്റെ നൈറ്റ് ഡ്രസ്സ്, പിന്നെ എൻ്റെ ഇന്നേഴ്സ്, പിന്നെ ബാത്ത് ടവൽസ്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങളൊക്കെ ഇതിലാണ് വെച്ചിട്ടില്ല കേട്ടോ. ഇനി ബേബീൻ്റെതൊക്കെ ഇതിൽ വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് കുഞ്ഞിക്ക് വാങ്ങിയ ഒരു മസ്ലിൻ്റെ ബാത്ത് ടവലാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. മസ്ലിൻ തന്നെ കഴിവതും അതായത് യൂസ് ആക്കാൻ ശ്രമിക്കുക. എന്താ വെച്ചാൽ മസ്ലിൻ ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്, കുഞ്ഞുങ്ങൾക്ക് അപ്പം നല്ലതാണ് കേട്ടോ. അപ്പം
ഇത് ചിലപ്പോൾ നല്ല അധികം ആവശ്യം ഉണ്ടാവില്ല, എന്നാലും എടുക്കാം നമുക്ക്. പിന്നെ ബൂട്ടീസ്, മിറ്റൻസ്, ക്യാപ്സ് അങ്ങനെയുള്ള സംഭവങ്ങളാട്ടോ വാങ്ങിയിട്ടുള്ളത്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങളാണേ. മിറ്റൻ 2 എണ്ണം, പിന്നെ ബൂട്ടീസ് 3 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ക്യാപ്പ് ഒന്നേ വരുന്നുള്ളൂ, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പിന്നെ വാങ്ങാം. അതായത് ഇങ്ങനെ ഒരു പെയർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, ഇഷ്ടമായിട്ട് ഇങ്ങനെ വാങ്ങിയതാണ്. ബൂട്ടീസിന്റെയും മിറ്റൻസിന്റെയും ക്യാപ്പിന്റെയും. ഇത് നമുക്ക് ഇങ്ങനെ ഈ സൈഡിൽ വെച്ച് കൊടുക്കാം. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി, കാരണം കുഞ്ഞിന്റെ ഡ്രസ്സെല്ലാം എന്തായാലും വാഷ് ചെയ്യാണ്ട് എടുക്കാൻ പറ്റൂല. ഞാൻ പിന്നെ PGന്റെ പിന്നെ ബേബീന്റെ തന്നെ ഡിറ്റർജന്റ് അങ്ങനെയാണ് വാഷ് ചെയ്തിട്ടില്ല, ഡെറ്റോളും കാര്യങ്ങളൊന്നും യൂസ് ആക്കിയിട്ടില്ല. പിന്നെ എന്ന് വെച്ചാൽ എല്ലാം അയൺ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുമ്പോഴാണ് ഇതിൽ കുഞ്ഞിന്റെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ ഈ ഫേസ് ടവല്, ഇത് മസ്ലിൻ തന്നെയാണ് കേട്ടോ. ഇതൊരു 4 എണ്ണം ഉണ്ട്, നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ ഇതും കൂടി വെക്കുന്നുണ്ട്. പിന്നെ നാപ്പീസ്, എന്തോ ലങ്കോട്ട് അങ്ങനെ എന്തോ പറയാന്ന് തോന്നുന്നേ. പിന്നെ ഇതൊരു 4 എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുന്നുണ്ടാവുമല്ലോ, ഇങ്ങനെ 4 എണ്ണം വെച്ചിട്ടുണ്ട്. ഇതും നമുക്ക് ഈ സൈഡിൽ തന്നെ വെച്ചു കൊടുക്കാം. ജബുലാസ്, അതായത് മറ്റേ കെട്ടുടുപ്പില്ലേ, അത് ഞാൻ 4 എണ്ണേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇത് മസ്ലിന്റെ ഒന്ന് വാങ്ങിയിട്ടുണ്ട്, പിന്നെ സാധാരണ കോട്ടൺ 3 എണ്ണം, വൈറ്റിൽ തന്നെയല്ല വാങ്ങിയത്. ഇങ്ങനെ 4 ജബുലാസ് നമുക്ക് ഇവിടെ വെച്ചു കൊടുക്കാം. പിന്നെ 3 റോംബേഴ്സ്, 3ഉം വൈറ്റ് തന്നെയാണ് കേട്ടോ. അർജുവട്ടം വൈറ്റ് തന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് 3 വൈറ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ 3 സ്വാഡിൽ ക്ലോത്ത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് മസ്ലിന്റെ തന്നെയാണ്, 3 എണ്ണം ഉണ്ട്, കുഞ്ഞിനെ കവർ ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് നല്ല സോഫ്റ്റ് ആണ്, മസ്ലിൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇതൊക്കെ ഓൾറെഡി വാഷ് ചെയ്ത് ഉണക്കി ഇസ്തിരിയൊക്കെ ഇട്ട് വെച്ചതുകൊണ്ടാണ് ഇതൊന്നും ഓപ്പൺ ആക്കി കാണിക്കാത്തത് കേട്ടോ. പിന്നെ ഞാൻ 2 ഡ്രൈ ഷീറ്റ്, ക്യുക്ക് ഡ്രൈ ഷീറ്റ് ആണ് കേട്ടോ. ഇത് ചെറിയ ഡ്രൈ ഷീറ്റ് ആണ്, അതായത് നമുക്ക് നെറ്റ് ബെഡിന് വിരിക്കാൻ വേണ്ടിയിട്ടുള്ള 2 ഡ്രൈ ഷീറ്റ് ആണ് വാങ്ങിയിട്ടുള്ളത്. ഒരു ഗ്രീനും ഒന്ന് ബ്ലൂവും. പിന്നെ ഇത് റിസീവിങ് ക്ലോത്ത് ആണ്, ഇതും വൈറ്റിൽ തന്നെയാണ് വാങ്ങിയത്. അർജുവേട്ടന് എല്ലാം വൈറ്റിൽ തന്നെ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ അധികം വൈറ്റിൽ തന്നെയാണ് കേട്ടോ കുഞ്ഞിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ള റിസീവിങ് ക്ലോത്തും കൂടിയിട്ട് ഇതിൻ്റെ ഒപ്പം വെക്കുന്നുണ്ട്. കാരണം ഇത് ഫസ്റ്റ് വെക്കുന്ന ഇതായിരിക്കുമല്ലോ നമുക്ക് ആദ്യം ആവശ്യം വരുന്നത്. വൈറ്റ് കുറച്ച് തുണി എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ വെക്കുന്നില്ല, നമുക്ക് ഈ ബാസ്ക്കറ്റിൽ വെക്കാം. ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വാവേണ്ടത് ക്ലോസ് ചെയ്യാം കേട്ടോ. നമുക്കിതങ്ങനെ തുറക്കണ്ട, കുഞ്ഞിരായതുകൊണ്ട് ഞാനിനി അങ്ങനെ ഓപ്പൺ ചെയ്യുന്നില്ല. പിന്നെ കഴിവത് ഡെറ്റോൾ അല്ലാണ്ട് കുഞ്ഞുങ്ങളെ തന്നെ ഡിറ്റർജന്റും കാര്യങ്ങളുണ്ടാവും. നമ്മൾ PGന്റേതായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അധികം സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇത് മൊത്തം അങ്ങനെയാണ് വാഷ് ചെയ്തത് കുഞ്ഞിൻ്റെത്. എൻ്റെത് അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല, എൻ്റെതും എല്ലാം വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ടെല്ലാം വെച്ചാണ്. എൻ്റെ ഇസ്തിരി ഒന്നും ഇട്ടിട്ടില്ല, അങ്ങനെ വെച്ചതാണ് കേട്ടോ. നമുക്കിത് ക്ലോസ് ചെയ്യാം. പിന്നെ എൻ്റെത് എല്ലാം വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ടാണ്, എൻ്റെ ഒന്നും ഇസ്തിരി ഒന്നും ഇട്ട് വെച്ചിട്ടില്ല. പിന്നെ അപ്പം നമുക്കിത് ക്ലോസ് ചെയ്യാം കേട്ടോ. അങ്ങനെ മലേഷ്യൻ ഓർമ്മകളിലെ പെട്ടിയായിട്ടാണ് നമ്മൾ, ട്രോളി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. നമ്മുടെ ഹോസ്പിറ്റൽ പ്രൈമാണ്, തൃക്കരിപ്പൂര് പ്രൈം ഹീൽ, ഡോക്ടർ ഷസ്ന. പിന്നെ തൃക്കരിപ്പൂരുള്ള പ്രൈം ഹീലിലാണ് ഞാൻ കാണിക്കുന്നത്. അവിടെ ഡോക്ടർ ഷസ്നയും പിന്നെ പൂജയാണ് കേട്ടോ. പൂജ അർജുട്ടൻ്റെ കസിനാണ്. പിന്നെ അങ്ങനെ നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് എത്തപ്പെട്ടത് പൂജ കാരണമാണ്. അപ്പം നമ്മുടെ ട്രോളിയും സെറ്റായിട്ടുണ്ട്, അത് നമുക്കിതും കൂടി ഒന്ന് മാറ്റി വെക്കാം. പിന്നെ കുഞ്ഞിൻ്റെ തുണി വൈറ്റ് ക്ലോത്ത് കോട്ടൻ്റെ അലക്കി ഇസ്തിരി കിട്ടിയത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് പാക്ക് ചെയ്തുകൊണ്ട് പ്രശ്നമില്ലല്ലോ, ഇത് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. പിന്നെ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ബെഡ്ഷീറ്റും പിന്നെ പില്ലോ കവറും ബ്ലാങ്കറ്റും ഒക്കെ എടുക്കുന്നത്. അപ്പം ഇത് വേണമെന്നൊന്നും അറിയില്ല. അപ്പം ഞാനും ഒരു ബെഡ്ഷീറ്റും 2 പില്ലോ കവറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ ബാസ്ക്കറ്റിൽ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ഒട്ടുമിക്ക സാധനങ്ങൾ നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ എടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് ബക്കറ്റൊക്കെ ഞാനിങ്ങനെ ബെഡിൽ കൊണ്ടുവെക്കുന്നത്, പുതിയ സാധനമാണ്. പിന്നെ അപ്പം ഒരു ബക്കറ്റ്, ഒരു മഗ്, പിന്നെ ഹാൻഡ് വാഷ്, ഡെറ്റോൾ, ഇതൊക്കെ എന്തായാലും എടുക്കണം കേട്ടോ, നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണല്ലോ. പിന്നെ ഒരു സാനിറ്റൈസറും കൂടി എടുത്താൽ നല്ലതായിരിക്കും, കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ വരുമ്പം അതും കൂടി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അതൊന്നും ഇപ്പം എടുത്തിട്ടില്ല, അത് നമ്മൾ പിന്നെ വെക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ പാത്രം കഴുകാനായിട്ടുള്ള ഒരു സ്ക്രബ്ബർ, പിന്നെ നമുക്ക് ഒരു സോപ്പ് കേസ് എടുത്തിട്ടുണ്ട്, ഒരു സോപ്പ് പെട്ടി, പിന്നെ നമുക്ക് നിങ്ങൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നൈഫ്, പിന്നെ 2 പ്ലേറ്റ്, ഇതൊക്കെ ഇനി വാഷ് ചെയ്ത് വെക്കണത്ര കേട്ടോ. പിന്നെ 2 സ്പൂണ്, നമ്മുടെ സ്റ്റീലിൻ്റെ ഒരു 2 ഗ്ലാസ് ഉണ്ട്. പിന്നെ ഇതിനെന്താ പറയുക, ബോണിയെന്ന് തോന്നുന്നു കേട്ടോ. എന്നാൽ ഇനി ഇതുപോലുള്ള അതായത് കഞ്ഞി കുടിക്കാനും അങ്ങനെയൊക്കെ പറ്റുന്ന പോലത്തെ ഒരു പാത്രം. പിന്നെ ഇതും നമുക്ക് കഞ്ഞിയൊക്കെ ആയിരിക്കും കുടിക്കുന്നതെന്നാണ് പറയുന്നത് പ്രസവം കഴിഞ്ഞാൽ.
അപ്പം അതിനായിട്ട് ഒരു ഞേറ്റ് പാത്രം, നമ്മളിവിടെ ഞേറ്റ് പാത്രം എന്നാട്ടോ പറയാം. പിന്നെ 2 കപ്പ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ദിൽനേച്ചി അർജുവേട്ടൻ്റെ ചേച്ചി ഗൾഫിൽ നിന്ന് വന്നപ്പം നമുക്ക് തന്നെയായിരുന്നേ. അപ്പോൾ 2 കപ്പ് നമുക്ക് ചായ കുടിക്കാനൊക്കെ നല്ല ചൂടും സംഭവമൊക്കെ നിൽക്കുന്ന അതുപോലത്തെ 2 കപ്പ് ഉണ്ട്. ഇതും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു അത്യാവശ്യമുള്ള സംഭവം എന്ന് വെച്ചാൽ ഫ്ലാസ്ക് ആണ് കേട്ടോ. ഇതിപ്പോൾ പുതിയത് ഷോപ്പിൽ നിന്ന് എടുത്ത് തന്നെയാണ്. ഇവിടെയുള്ളത് ഞാൻ എടുത്തിട്ട് ഞാൻ അധികം പുതിയ തന്നെ എടുത്തത് പ്രസ്റ്റീജിൻ്റെ ആണ് കേട്ടോ. ഇങ്ങനെ ഒരു ഫ്ലാസ്കും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം തുറന്നിട്ട്. നല്ല ചൂടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് നോക്കിയിട്ടുണ്ട്. നല്ലൊരു ഫ്ലാസ്ക് ആണ്. ചെറിയ അത്യാവശ്യം 3 ആൾക്ക് കുടിക്കാൻ പറ്റുന്ന ചായയും ഒക്കെ വെക്കാൻ പറ്റും. ഇതിൽ 1 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. ഇപ്പോൾ വാട്ടർ ബോട്ടിലായിട്ട് എടുക്കുന്നത്. ഇതും 1 ലിറ്ററിൻ്റെ തന്നെയാണ്. ഇതും നമ്മുടെ ഷോപ്പിൽ നിന്ന്, ഇതെൻ്റെ പഴയതാണ് കേട്ടോ. ഞാൻ യൂസ് ആക്കുന്നത് ഇപ്പോൾ എപ്പോഴും കുടിക്കുന്ന ഇതിലാണ്. നമ്മുടെ ഷോപ്പ് ഓണക്കും തന്നെയാണ് കേട്ടോ. കൽക്കൃഷ് ഹോം സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഹോം സെൻറ്റർ ആണ്. വീട്ടു സാധനങ്ങളൊക്കെ അത്യാവശ്യമുള്ള വീട്ടു സാധനങ്ങളൊക്കെ ഉള്ള ഒരു ഹോം സെൻറ്റർ ആണ്. അപ്പോൾ ഏകദേശം ഞാനെല്ലാം കാണിച്ചു എന്ന് തോന്നുന്നത്. പിന്നെ ഇനിയിപ്പം കാണിക്കാൻ പോകുന്നത് 2 ചെരുപ്പ് എടുത്തിട്ടുണ്ട്. ഇത് സ്റ്റുഡിയോ എന്നാണ്. ഇത് അർജുവേട്ടൻ എടുക്കുമ്പം ഒന്ന് എനിക്കും കൂടി എടുത്തതാണ്. പിന്നെ എനിക്ക് കുറച്ച് വലിയ ചെരുപ്പാണ് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ ചെരുപ്പാണ് എടുത്തിട്ടില്ല, സ്ലിപ്പർ. ഞാന്ന് വെച്ചാൽ എനിക്കിപ്പോൾ 38 ആഴ്ചയും 4 ദിവസമായിട്ട്. ഇനിയും കുറച്ചും കൂടി വൈകിയാൽ ഇത് പാക്ക് ചെയ്യാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മൾ ഓൾറെഡി സാധനങ്ങളൊക്കെ വാങ്ങാൻ തന്നെ കുറേ ലേറ്റ് ആയിട്ടുണ്ടായി. പണ്ടുള്ളവരൊക്കെ പറയും ഇപ്പോഴേ വാങ്ങാൻ വെക്കാൻ പാടില്ലാന്ന്. പക്ഷെ അതൊന്നും കൊണ്ടല്ല, നമ്മൾ മടി കാരണം നാളെ മാറ്റി വെച്ച് അങ്ങനെ വൈകിപ്പോയതാണ്. പിന്നെ വെച്ചാൽ മഴയായതുകൊണ്ട് നമുക്കത് ഡ്രൈ ആക്കാനൊക്കെ കുറേ പണിയുണ്ടായിനി. പിന്നെ അത് കുറേ ഇസ്തിരിയൊക്കെ ഇട്ടെല്ലാം സെറ്റാക്കി വെച്ചു. ഇപ്പം എനിക്ക് കുറച്ച് സമാധാനം ഉണ്ട്. കാരണം എനിക്കൊരു ടെൻഷനായിരുന്നു ഒന്നും ഡ്രൈ ആവാത്തതൊക്കെ. ഇനിയിപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്നതിന് മുമ്പ് ചെയ്യാനായിട്ട് വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ ഡിഷ് വാഷ്, പിന്നെ നമ്മുടെ സാനിറ്റൈസർ, പെട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ വെക്കുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം നിങ്ങൾ. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് സാധനങ്ങൾ ചിലപ്പോൾ അനാവശ്യമായിട്ടുണ്ടാവും. കാരണം ഫസ്റ്റത്തെ ആയതുകൊണ്ട് അങ്ങനെ അറിയില്ല. അപ്പം പിന്നെ ഇനിയിപ്പോൾ ഇതിൽ എന്തൊക്കെയായിരുന്നു യൂസ് ആയതും എന്തൊക്കെയാണ് യൂസ് ആവാത്തതെന്നുള്ളത് ഞാൻ ആഫ്റ്റർ ഡെലിവറി കാണിക്കാൻ ശ്രമിക്കാമെന്നായിരിക്കും. പിന്നെ ഇത് അറിയുന്നുണ്ടാവുമല്ലോ, ഫിസിയോ ബോൾ, നമ്മളെ ഫിസിയോതെറാപ്പിസ്റ്റ് പറയും ബർത്ത് ബോൾ എന്നൊക്കെ പറയുന്ന നമ്മുടെ ബോളാണ് കേട്ടോ. ഇത് നമ്മൾ ഓൺലൈനിൽ ഇപ്പോൾ വാങ്ങിയതാണ്. ഇതും ഞാൻ ഇപ്പം എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഇതിൽ ഈ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മെറ്റേണിറ്റി പില്ലോയും പിന്നെ ഈ ഫിസിയോ ബർത്ത് ബോളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സാധന സാമഗ്രികളൊക്കെ ആയിട്ട് നമ്മളിനി ഹോസ്പിറ്റലിലേക്കായിരിക്കും കേട്ടോ. ഞാനും അർജുവേട്ടനും അമ്മയും എല്ലാവരും കൂടിയിട്ട്. പിന്നെ ടാറ്റാ ബൈ ബൈ. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ അർജുവേട്ടനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പം ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. ബൈ.